നഗരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കൊച്ചി മേയർ മേഴ്സി വില്യംസ്. പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്നപ്പോൾ തന്നെ പൊതുജനത്തെ ബോധവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായും മേയർ പറഞ്ഞു. പൂർണ്ണമായി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് റീസൈക്ലിംഗ് പ്ലാന്റ് നിർമ്മിക്കുന്നതെന്ന് മേയർ പറഞ്ഞു. അടുത്ത മാസം സംഘടിപ്പിച്ചിരിക്കുന്ന പരിസ്ഥിതി വാരാഘോഷത്തോടനുബന്ധിച്ച് ബോധവൽക്കരണം ശക്തമാക്കുന്നതിന് നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്ലാന്റുകളെ കുറിച്ച് ആദ്യഘട്ടങ്ങളിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് അതിൽ നിന്ന് ചില പ്രോഡക്റ്റുകൾ, അതായത് ക്രൂഡ് ഓയിൽ, അത് കുറച്ച് റെസിഡ്യൂ ആയിട്ട് ആക്ടിവേറ്റഡ് കാർബൺ, ഇതൊക്കെ കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിനെക്കുറിച്ച് കൗൺസിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. അത് ഇംപ്ലിമെന്റ് ചെയ്യും. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭ മാലിന്യം ശേഖരിക്കുന്നതിന് മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബക്കറ്റുകൾ വിതരണം ചെയ്തത്. കുടുംബശ്രീ സംഘങ്ങൾ വഴി പ്ലാസ്റ്റിക് ഇതര വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ക്യാരി ബാഗുകൾ വിപണിയിൽ എത്തിച്ചെങ്കിലും ജനങ്ങളിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ലഭിച്ചില്ലെന്നും മേയർ പറയുന്നു. കുടുംബശ്രീകളുടെ യൂണിറ്റുകളെല്ലാം ഈ പേപ്പർ ബാഗ്സ്, അതുപോലെ തന്നെ പിന്നെ മണ്ണിൽ അലിയുന്ന ഒരു തരം തുണിയുണ്ട്, ആ മെറ്റീരിയൽ കൊണ്ടുള്ള ബാഗുകൾ ഒക്കെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ജനങ്ങൾ ഇതിലേക്ക് മുന്നോട്ട് വരാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വയബിളായി പോയില്ല, അത്തരം യൂണിറ്റുകൾ വയബിളായി പോയില്ല എന്നുള്ളതാണ്. ജനങ്ങളിൽ നിന്നുള്ള നിസ്സഹകരണമാണ് നിരോധനം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് നഗരസഭ നേരിടുന്ന പ്രധാന പ്രശ്നം. നിരോധനം നിലവിലുണ്ടെങ്കിലും നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ശിക്ഷാ നടപടികൾ പ്രാബല്യത്തിൽ വരാത്തതും നിരോധനം പൂർണ്ണതോതിൽ നടപ്പാക്കുന്നതിന് വിലങ്ങുതടിയാകുന്നു. മനോരമ